ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. നല്ല സന്തോഷമുണ്ട്. സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. കാരണം 2 അതിഥികളുണ്ട് ഗായ്സ് നമ്മുടെ മുന്നിൽ ഇന്ന്. ആരൊക്കെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ടൻടടേ, ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള വ്യക്തിയാണ് ഇത്. പിന്നെ നാഫിയുടെ ഹസ്ബൻഡ്. അപ്പോൾ കുറേ എന്താ പറയുക, കുറേ പേര് എന്തെല്ലോ ഒരു ഡൗട്ട് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സൽമാനെ പറയാനുള്ളത്? നാഫി പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഹാപ്പി അല്ലേ? നിങ്ങളെ ലൈഫ് എങ്ങനെ പോകുന്നു? അടിപൊളിയായി പോകുന്നു. അതേപോലെ തന്നെ നാഫിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യാണ്. മറ്റേ സ്വന്തമായിട്ട് ബിസിനസ്സാണ്. മറ്റേ നമ്മുടെ എന്താ ബേക്കറി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വലിയ ബിസിനസ്മാനാണ്. തലയൊക്കെ ഉണ്ട്, കാണുന്ന പോലെ നല്ല വലിയ ഒരു ഹൈ ക്ലാസ് ബിസിനസ്മാനാണ്. ടി വിയിൽ വരും. അപ്പോൾ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നാഫിയുടെ ഹസ്ബൻഡിൻ്റെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അതിന് ഇടയിൽ എൻ്റെ വീട്ടിലേക്ക് ഇവർ വന്നതാണ്. അപ്പം അതിൻ്റേതായ കുറച്ച് കറക്കങ്ങളും നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാണാനുണ്ട്, ബേക്കലം കോട്ട, ബേക്കലം ബീച്ച്, അതേപോലെ തന്നെ. പക്ഷേ ഒന്നാമത് ഇവന് സമയമില്ല. ഇവന് പണി ഓൻ അങ്ങനെ പണി അടുത്തണം എന്നുള്ള ചിന്ത. സമയമില്ല. ഇച്ചിരി സമയം കൊണ്ട് ഇത്ര സ്ഥലം എത്താൻ പറ്റില്ല. മാക്സിമം നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം കവർ ചെയ്യും. ഇനി ഇപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഇവരെ കുറച്ച് വിശേഷങ്ങളും കൂടെ അറിയാൻ പോവുകയാണ് ഗൈസ്. ആർ യു ഓക്കെ? എക്സൈറ്റഡ്? നിങ്ങളെ കുറച്ചൊരു ഇൻ്റർവ്യൂ പോലെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുണ്ട് ആ കാര്യത്തിൽ. ഓക്കെ? ഐ ഓക്കെ? ഡീൽ? പിന്നെ ഡബിൾ ഡീല്. അളിയ അടിയിരി റൂം ഫുള്ള് ബാക്കോട്ട് പോ. രണ്ട് ഫസ്റ്റില് പോകേക്ക് കിട്ടി. നമ്മളിപ്പം ഇതേ ബാക്കലം ബീച്ചിൽ നമ്മൾ നാഫിയുടെ ഹസ്ബൻഡിനെയും കൊണ്ടുവന്നേക്കാണ്. ഇവർക്ക് നമ്മൾ ഇന്ന് ബാക്കലം ബീച്ച് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ കേരളത്തിൽ തന്നെ അത്യാവശ്യം മനോഹരമായ ഒരു ബീച്ചാണിത്. എന്താ നീ ബീച്ച് ഇപ്പം ഒന്നും പറയണ്ട. നീ ബീച്ചിൽ കറങ്ങി നീ മൊത്തത്തിൽ കണ്ട് നിങ്ങൾ 2 പേരും എന്നോട് പോകുമ്പോൾ പറയേണ്ട ആൻസർ നിങ്ങൾ എന്താണോ ലൈവായിട്ടുള്ളത് അത് പറഞ്ഞാൽ മതി. ലാസ്റ്റിക്ക് പറഞ്ഞാൽ മതി. ഓക്കെ? ഓക്കെ. അപ്പം നമുക്ക് ഇവരെയും കൊണ്ട് ജസ്റ്റ് ബീച്ച് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കറങ്ങാം. കമോൺ. എന്താണ്? കേട്ടില്ല. വാവ്, ഇതൊക്കെ അടിപൊളിയായി മനോഹരമാക്കി എൻട്രി സൂപ്പർ ആക്കിയിട്ടുണ്ട്. എൻട്രി എങ്ങനെയുണ്ടാ? ഇപ്പൊ നിങ്ങൾ എൻട്രി ചെയ്തിട്ടാകുമ്പോ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഫീൽ ആണ്. ഓക്കെ, ഫാനിന്റെ കാറ്റുള്ളോണം പോലും. അത് ഓൻ പറഞ്ഞേക്കണ ഫാൻ ഇതാട്ടോ. ഇതാണ് ഓന് ഫാനായിട്ട്. ഇന്ന് നമ്മള് ഇവരെ ഇതെന്താണ്? സ്നേക്ക് പാർക്ക്. ഇത് സ്നേക്കാണ്. പാമ്പുണ്ട്. പിന്നെ ഞാൻ എന്തോ പറയാൻ പോയി. എനിക്ക് അത് ബീച്ചിൻ്റെത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ബോട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്ന എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, എനിക്ക് ഉണ്ട്. നിങ്ങൾ ലവ് മാരേജ് ആണോ? അടുത്തേക്ക് നിങ്ങൾ ലവ് മാരേജ് ആണോ? അപ്പൊ നിങ്ങൾ ലവ് മാരേജ് ആകുമ്പോൾ നിങ്ങൾ ലവ് സ്റ്റോറി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പറയാൻ പറ്റോ ഇല്ലയോ? ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കട്ടെ ആദ്യം. എനിക്ക് നിങ്ങളെ ലവ് സ്റ്റോറി ഒക്കെ നല്ല ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ
അങ്ങനെ പറഞ്ഞു ഒതുക്കരുത് നാഫിയ അത്ര ഓക്കെ പറഞ്ഞുതരാം. വീട്ടിൽ പരത്തി പറയാണ്ട് അതിന് പിന്നെ ഫോണിന്റെ മെമ്മറി തികയില്ല ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഇല്ല നിങ്ങൾ ഷോർട്ട് ആക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ജസ്റ്റ് അവിടെ ഇരിക്കാൻ നല്ല മനോഹരമായ കപ്പിൾസിന് ഇരിക്കാൻ പറ്റിയ ഒരു കപ്പിൾസ് അല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് അടുത്തേക്ക്. ഇനി കാണിച്ചു കൊടുക്കാം. ഇവിടെ രാത്രി എങ്ങനെയുണ്ട് നാഫിയ? കണ്ണ് തുറന്ന് നോക്ക്. അടിപൊളിയാണ് കോഴിക്കോടിനെക്കാട്ടില്ലേ. അല്ല ഈ കോഴിക്കോട് കോഴിക്കോട് ഓപ്പൺ ബീച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് കോഴിക്കോടും ബീച്ച്. പക്ഷെ കേരളത്തിൽ അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള ബീച്ച് ഈ ബീച്ചാണെന്ന എൻ്റെ ഒരു വിശ്വാസം. അതാണ് സത്യവും. നല്ല അടിപൊളി. അല്ല വൃത്തി വെടുപ്പുള്ള ബീച്ച് കോഴിക്കോടിനേക്കാൾ. ഇനി നിങ്ങളെ കാണാൻ ഒരുപാട് ഇറക്കുന്നുണ്ട്. പക്ഷെ വൃത്തിയില്ലാത്ത കുറെ കുതിരകളും ഒട്ടകവും ഉണ്ട്. സീനിലല്ല, വൃത്തിയില്ലാത്ത കുറച്ച് ഒട്ടകവും കുതിരയും ഉണ്ട്. നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ കടല്. ഓക്കെ, ഇപ്പം നല്ല ഇവര് വന്ന് ലാൻഡ് ആയിട്ടാകുമ്പോൾ മഴ വന്നിട്ടുണ്ട് ഗൈസ്. നീയാണ് ഐഡിയ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. എന്താ കണ്ട ആ ഒരു എക്സ്പ്രഷൻ, എൻ്റെ മോനെ ആ ഒരു എക്സ്പ്രഷൻ ഒന്നും കൂടി റിവെഞ്ച് ഇട്ട് കാണിച്ചു തരാം ഗൈസ്. എന്താണ് പറയാനുള്ളത് എനിക്ക്? എങ്ങനെയുണ്ട്? എനിക്കിപ്പോ പറയാനുള്ള സമയം 2:30 മണിയായി. ചോറ് ഇവിടെ കിട്ടുമോ? തിന്നണം തിന്നണം മിനിറ്റിൽ തിന്നണം. ഗൈസ് നമുക്കപ്പോൾ ഇനി ഫുഡ് ഓർഡർ ചെയ്യാം. കാരണം ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷെ ഫുഡ് ഈ സമയത്ത് ഇല്ല എന്നാണ് ചോദിക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകലുണ്ട്. ഇപ്പോൾ ഈ വൈകുന്നേരം സമയത്ത് ആ ഫുഡൊക്കെ ഓപ്പൺ ആവാം. എന്താ പറഞ്ഞെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയം വൈകുന്നേരമാണ്. പിന്നെ ഞായറാഴ്ച പറയണ്ട, റഷോട് തിരക്കിൻ്റെ തിരക്കന്നെ. അപ്പോൾ എന്തായാലും ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കി വേസ്റ്റ് ആവുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാം. പോരെ? എന്ത് നിനക്കെന്തോ ഉണ്ട്? നീ ബിരിയാണി കഴിക്കൂല, എനിക്കെന്തോ നാടൻ ചോറാ? നാടൻ ചോറ്. അപ്പോൾ നാടൻ ചോറിൻ്റെ ആൾ. കുമ്പളക്കറി, പിന്നെ പയറുപ്പേര്, ബീഫ് വലത്തിയത്, മോര് കറി, ചമ്മന്തി, അച്ചാറ് മതിയാ? വേറെ അതിനിപ്പോൾ എന്തൊക്കെ പൂരാക്കണം പോട്ടെ. അപ്പോൾ ഓക്കെ, ഓർഡർ ചെയ്തിട്ട് കാണാം ഗൈസ്. നാഫിക്ക് മന്തി അല്ല അങ്ങനെ നാഫിയും നാഫിയുടെ ഹസ്ബൻഡ് ഒത്തിട്ട് നല്ല മസാല ദോശ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്താണ്? അതെന്ത് ഗോളി ചെയ്യാ? എന്താണ്? ആ റൊമാൻറ്റിക്, ആ ഒരു ക്യൂട്ട്നെസ്. എന്ത് സ്നേഹമില്ലാന്ന്? അപ്പൊ നീ സ്നേഹമില്ലാന്ന് ഇത്രയും കാലം കരുതി? ഉള്ള കുറച്ച് സ്നേഹം ഉണ്ടെന്നോട് പറഞ്ഞില്ലാണ്ടാക്കല്ലേ? കാസർഗോഡ് ചെക്കന്മാരെ കാണില്ലല്ലോ, പെൺകുട്ടികളെ മൊത്തമുള്ളൂ. ചെക്കന്മാരില്ലല്ലോ ഇവിടുത്തെ ചെക്കന്മാർ എങ്ങനെ വെയിലത്തൊന്നും ഇറങ്ങൂല, മഴത്തൊന്നും ഇറങ്ങൂല. എന്നെ അങ്ങനെ നമ്മള് ഇവരെ ജസ്റ്റ് ഒരു ഔട്ട്ഡോർ പോലത്തെ ഒരു കവർ സോങ് എടുക്കാന്ന് വിചാരിച്ചു ഇവരെ വെച്ചിട്ട്. എല്ലാം പോയി, ഫ്രെയിം പോയി. എടാ ആ പുൾട്ടോസർ മണ്ണ് താവേ ഉള്ളൂ. അതുപോലെ ഓരോ കോപ്രായങ്ങൾ കാണിച്ച ഒന്നും കൂടെ കാണിച്ച. എന്താ കാണിച്ച? നേരത്തെ എന്ത് കാണിച്ച ഒന്നും കൂടെ ആ കോപ്രായങ്ങൾ എന്ത് നോക്കാം നമുക്ക്. എന്തെല്ലോ കളിക്കുന്നുണ്ട് പഠിച്ചോന്. ആ ഏണേ രാവിലെ ഗുളിക വന്നിട്ടേ രാവിലെ ഗുളിക കൊടുത്തിട്ടേ ഓക്കെ എന്തെല്ലോ കളിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഇപ്പൊ ഉള്ളത് ബേക്കലം ബീച്ചിലാണ്. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബേക്കലം ബീച്ച് തന്നെ ഇവര് കണ്ടിട്ടാകുമ്പോൾ സമയമില്ല. ഒന്നാമത് ഇവർക്ക് പോവാനായി. സോ അതുകൊണ്ട് തന്നെ ഇവർ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ട്രെയിനിന്റെ സമയം, ഒരു ട്രെയിൻ മിസ്സായി.
ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിലേക്ക് നല്ല ചവിട്ടി എന്താ പറയാ എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ലേ എന്താ ഇവിടെ കണ്ട് ഇനിയിപ്പോ ട്രെയിൻ നിങ്ങളെ നാട്ടിൽ നിന്ന് തീരെ ട്രെയിൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവരെ നാട്ടിലേക്ക് വന്നാല് ശരി കേട്ടോ. നമ്മളെ നാട്ടിൽ തീരെ ട്രെയിൻ ഇല്ല. നിങ്ങളെ ഭാഗത്തേക്കട്ടോ പറഞ്ഞത് ഈ കാസർഗോഡ് ആ ഭാഗത്ത് വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിലൊന്നും ട്രെയിൻ ഉണ്ടാവില്ല. നല്ല പറ്റി ഉദ്ദേശിക്കുന്ന ട്രെയിനിൽ ബസ് ഇതിനിവിടെ എവിടെയെങ്കിലും കളയാൻ പറ്റുമോ? സ്ഥലം ഉണ്ടോ കളയാൻ പറ്റി? ഗായ്സ് നിങ്ങളിത് കേട്ടല്ലോ, എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക. സ്ഥലം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് വേണം എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ. അപ്പൊ ഇവരെ കൂടെ മാക്സിമം മാഷാ അല്ലാ നല്ല എൻജോയ് ആക്കി. നല്ല കളർഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ ബീച്ചിലാണ് ഉള്ളത്. ഇത് എവിടെ ബീച്ച് പറഞ്ഞു കൊടുത്തന്നെ? കാഞ്ഞങ്ങാട്, നീലേശ്വരം, കാസർഗോഡ്, ബേക്കലം ഫോർട്ട് എന്ന് പറയുന്ന ബേക്കലം കോട്ടയിലിൻ്റെ അടുത്തുള്ള ബീച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, അപ്പോഴത്തേക്ക് സമയമില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ചോദിക്കണ സംഭവം സെറ്റ് കേട്ടോ. എന്ത് വെറൈറ്റി ബീച്ചാണ്. പിന്നെ കോഴിക്കോട് ബീച്ചിനേക്കാൾ ഒരു ഫെസിലിറ്റീസ്, ഒരു നല്ലൊരു രസമുണ്ട്. വേറെ ഒരു ക്ലൈമറ്റ് അല്ലേ. ഒരു കോഴിക്കോട് പോയി കഴിഞ്ഞാല് അവിടെ വേറെയാണ്. ഒരു വൃത്തി വെടുപ്പുണ്ട് ഇവിടെ. അവിടെ കോഴിക്കോട് ബീച്ചിൽ ഒരു വൃത്തി വെടുപ്പില്ല. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. റീൽസ് അങ്ങനെയൊക്കെ നമുക്കൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ്. അടിപൊളിയായ ഏരിയ. അപ്പോൾ എന്തായാലും ഇവരെ എക്സ്പീരിയൻസ് ഇവർ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബേക്കലം ഫോർട്ട് ബീച്ചിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. എന്തായാലും നമ്മളെ നാട്ടിൽ അതേപോലെ ഇവിടുന്ന് നേരെ നോക്കി നമ്മളെ കോട്ട കാണാം. ഇത് ഈ ബീച്ചിൽ അപ്പം നമ്മളിപ്പോൾ ഇന്ന് നിന്നേക്കുന്ന അതേ സ്ഥലത്ത് നിന്നാണ് ഈ കോട്ട നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതാണ് ബേക്കലം കോട്ട. നമ്മുടെ ടിപ്പു സുൽത്താൻ കെട്ടിയേക്കണ യുദ്ധമൊക്കെ നടന്ന ആ ഒരു കോട്ടയാണ് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിൻ്റെ എൻട്രി വരുന്നത് ഇതിൻ്റെ ബാക്കിൽ കൂടെ പോകണം. താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോ. ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകർ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ 2 വാക്ക് സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഡൗട്ട് എന്താ വെച്ചാല് ഞാനും മേനും എന്താണോ ബന്ധം. നമ്മൾ വീഡിയോസിലൊക്കെ അതുപോലെ തന്നെ ഞാനിപ്പോ റീൽസ് ഇടുമ്പോ ഞാൻ റീൽസിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മെഹൻ എങ്ങനെയുണ്ട് സുഖാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്റെ നമ്പർ കൊടുത്താ പോരെ. ഇതാണ് എന്റെ ഹസ്ബൻഡ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണുണ്ട്. പല കഴിക്കും. ഞാൻ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പറയും ഇവിടെ എവിടെയെങ്കിലും വാനുണ്ട് ഇവിടെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഒറ്റ കാര്യം പറയാം. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയാതെ ജീവിക്കുന്ന കുറച്ചെണ്ണം ഓരോന്നും ഇങ്ങനെ പറയരുത്. വെച്ചാൽ നിങ്ങൾ പൊട്ടന്മാരാണോ എന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ ഒരു പറഞ്ഞ ആൾക്കാർ മനസ്സിലായി. കാരണം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണോ നിൽക്കുന്നത്, ഭർത്താവും ഫ്രണ്ട്ഷിപ്പ് വേറെ വേറെയാണ്. ഭർത്താവിൻ്റെത് ഭർത്താവ് തന്നെ, ഫ്രണ്ട്ഷിപ്പിൻ്റെത് ഭർത്താവിൻ്റെയാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെത് വാല്യൂ വേറെ കൊടുക്കണം. നാളെ മുതൽ ഫ്രണ്ട്ഷിപ്പ് വാല്യൂ വേറെ വരും. അപ്പൊ ഞാൻ കൊടുക്കുമ്പോ തിരിച്ചു മേടിക്കരുത്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? പോയിന്റ്. ഫ്രണ്ട്ഷിപ്പ് വേറെ വരാണ്ട്. അപ്പൊ അള്ളി മാലിൻ പീരിക്കറി ചമ്പകപ്പൻ പൂവേന്ന് പാടിട്ട് നടക്കരുത്. നമ്മള് ഇന്ന് നമ്മളെ വീഡിയോയിൽ തീർച്ചയായിട്ടും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തോടെ വീഡിയോ. നമ്മൾ ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, സമയമില്ല. എന്തായാലും നമുക്ക് ഇവരെ ലവ് സ്റ്റോറിക്ക് ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും അറിയണം എന്നുണ്ട്. അതേപോലെ തന്നെ നാഫീനെ സ്നേഹിക്കുന്നവരും ഒക്കെ ഈ ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇവരെന്തായാലും അടുത്ത പ്രാവശ്യം വരും. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇവരുടെ ലവ് സ്റ്റോറി ഒന്ന് ചോർത്താൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗൈസ് ബൈ ബൈ.